എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് FACTയിലേക്ക് ഇപ്പോൾ കൊച്ചിയിൽ ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന FACTയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് ഗ്രാജുവേറ്റ് ഓർ ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിസ് ആണ്. കാറ്റഗറി 1 ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ ട്രെയിനിങ് പീരീഡ് വരുന്നത് 1 ഇയർ ആണ്. സ്റ്റൈഫൻഡ് പെർ മന്ത് 12,000 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്, BTech അല്ലെങ്കിൽ BE. ഡിസിപ്ലിൻസ് വരുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ആണ്. ഇത്രയും സ്ട്രീമുകളിൽ BE അല്ലെങ്കിൽ BTech ഉള്ളവർക്ക്, ഇതിലേതെങ്കിലും സ്ട്രീമിൽ BE അല്ലെങ്കിൽ BTech യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. എഞ്ചിനീയറിങ്ങിന് കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് 5 വർഷം കഴിയാനായിട്ട് പാടില്ല. അതിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി 25 വയസ്സ് കഴിയരുത്. കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 4 വേക്കൻസി, സിവിൽ 3, കെമിക്കൽ 5, മെക്കാനിക്കൽ 5, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 4, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 3, സേഫ്റ്റി ആൻഡ് ഫയർ 3. ടോട്ടൽ 27 വേക്കൻസിയാണുള്ളത്. ഇനി ടെക്നിക്കൽ ഡിപ്ലോമ അപ്രൻറ്റിസ് നോക്കാം. ട്രെയിനിങ് പീരീഡ് 1 ഇയർ ആണ്. സ്റ്റൈഫൻഡ് 9,000 ആണ് പെർ മന്ത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. സ്ട്രീംസ് വരുന്നത് കെമിക്കൽ, കമ്പ്യൂട്ടർ, സിവിൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ്. ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST കാറ്റഗറി ആണെങ്കിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഡിപ്ലോമ കഴിഞ്ഞിട്ട് 5 വർഷം ആകാനായിട്ട് പാടില്ല. പ്രായപരിധി 23 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കൂടാതെ റിസർവേഷനും ഉണ്ട്. ടോട്ടൽ വേക്കൻസി കെമിക്കൽ 15 വേക്കൻസി, കമ്പ്യൂട്ടർ 6 വേക്കൻസി, സിവിൽ 7, ഇലക്ട്രിക്കൽ 7, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 6, മെക്കാനിക്കൽ 10, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 6. ടോട്ടൽ 57 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻസിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് FACTയുടെ സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയോടെ ചേർത്തിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് നിങ്ങൾ ആദ്യമേ അയച്ചു കൊടുക്കേണ്ടത്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് SM ട്രെയിനിങ്, FACT ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, FACT ഉദ്യോഗ മണ്ഡൽ, പിൻകോഡ് 683501. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടത്. പോസ്റ്റ് ഇവിടെ കിട്ടേണ്ട അവസാന തീയതി സെപ്റ്റംബർ 25 ആണ്. അതുപോലെ തന്നെ നിങ്ങൾ അഡീഷണലി ഗൂഗിൾ ഫോമും കൂടെ ഫില്ല് ചെയ്തിട്ട് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 20 ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 25-ന് മുമ്പായിട്ട് പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ട് വെച്ച് അയക്കേണ്ടതെന്ന് നോക്കാം. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടത്. ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, +2 സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, SC/ST OBC ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ PWD സർട്ടിഫിക്കറ്റും വെക്കണം. കൂടാതെ ആധാർ കാർഡ്. ഇനി FACT എംപ്ലോയീസിൻ്റെ ഡിപ്പെൻഡൻസ് ആണെങ്കിൽ ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റും വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ വെച്ച് അയക്കേണ്ടത്. ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും, SC/ST OBC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWSഉം PWD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്.
നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് FACTയുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഇമെയിൽ വഴിയും അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമേ ബോർഡ് ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് www.mhrdnats.gov.in. ഈ സൈറ്റ് എടുത്തിട്ട് സ്റ്റുഡൻറ്റ് കാറ്റഗറി എടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആവത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും കിട്ടും. അത് സൂക്ഷിച്ചു വെക്കുക. അപ്പം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഒറിജിനൽ ആധാർ കാർഡ്, കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ, 2 സെറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി, നിങ്ങളുടെ 6 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, SC ST OBC EWS ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒറിജിനലും അറ്റസ്റ്റ് ചെയ്തതുമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, NATSൻ്റെ രജിസ്ട്രേഷൻ ID, ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, PWBD ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ FACTയുടെ സൈറ്റിലായിരിക്കും വരുന്നത്. നിങ്ങൾ FACTയുടെ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കാണാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഗൂഗിൾ ഫോം നോക്കാം. ഇതാണ് ഗൂഗിൾ ഫോം വരുന്നത്. ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി പോസ്റ്റ് അയക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയോടെ വെച്ചിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ടെക്നീഷ്യൻ അപ്രന്റീസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FACTയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടും പോസ്റ്റ് വഴി അപേക്ഷിക്കുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.